ഇത് എൻ്റെ ഗാർഡനിലൊരു ബുഷ് ഓറഞ്ച് ചെടിയാണ്. ഇത് നല്ല ബുഷിയായിട്ട് വളർന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതൊരു ചെറിയ പോട്ടിലായിരുന്നു, അത് റൂട്ട് ബൗണ്ടായി. അപ്പോൾ ഞാനൊരു വലിയ പോട്ടിലേക്ക് അത് മാറ്റി. അത് കൂടാതെ അതിൻ്റെ ലീവ്സിനൊക്കെ ഒരു യെല്ലോയിഷ് കളറുണ്ട്. അത് എപ്സം സോൾട്ട് ഇട്ടിട്ടുണ്ട്, അത് മാറും. അത് കൂടാതെ ഇന്ന് ഞാനിത് പ്രൂൺ ചെയ്യാൻ പോകുന്നതാണ്. ഇതിലുള്ള ഡ്രൈ ആയിട്ടുള്ള കമ്പുകളും പിന്നെ അതേപോലെ ഉള്ളിലേക്ക് വളരുന്ന കമ്പുകളൊക്കെ വെട്ടിക്കൊടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോണെയാണ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ഉള്ള ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു ഇച്ചിരി ഉമ്മിയൊക്കെ ചേർത്താണ് ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂട്ട്സിന് വളരാൻ ഈസി ആയിരിക്കും. അത് കൂടാതെ ഉള്ളിലേക്ക് വളരുന്ന ഇങ്ങനത്തെ ഡ്രൈ ആയിട്ടുള്ളതും ഉള്ളിലേക്ക് വളരുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് ഉണ്ടായിട്ട് അതിന് വലിയ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴുള്ള സ്റ്റെമ്മിനൊന്നും. അപ്പോൾ ആ സ്റ്റെംസും ഡ്രൈ ആയിട്ടുള്ള സ്റ്റെംസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഇത് ഉള്ളിലേക്ക് വളരുന്ന ഒരു സ്റ്റെമ്മാണ്. ഇതിങ്ങനെ ഉള്ളിലേക്ക് വളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ സ്റ്റെമ്മിന് വളർന്ന് പുഷിയാകുമ്പോഴത്തേക്കും സൺലൈറ്റൊക്കെ കിട്ടാതെ അതിൻ്റെ വളർച്ചയ്ക്ക് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്കത് വെട്ടി കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെട്ടാൻ പോവാണ്. പ്രൂൺ ചെയ്യുന്നത് ആക്ച്വലി ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ മെയിൻ ഇതിലേക്ക് സൺലൈറ്റ് അടിച്ച് അതിൻ്റെ ഗ്രോത്ത് നന്നാവാനും കൂടി വേണ്ടിയാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് നിറച്ച് പൂവിടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പ്രൂൺ ചെയ്യാനും എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ഈ സമയത്ത്. അതുകൊണ്ട് ഈ വലുതായിട്ട് പൂവിടാനുള്ള ടെൻഡൻസി കാണിക്കാത്ത സ്റ്റെംസ് മാത്രമേ ഞാനിപ്പോൾ തൽക്കാലം വെട്ടുന്നുള്ളൂ. അല്ലാത്തത് ഇനി ഇത് ഫ്രൂട്ടിങ് സീസൺ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പ്രൂൺ ചെയ്യാനും പറ്റുള്ളൂ. വേറെ 2 ചെടികളുണ്ട്. ഒരു ഇസ്രായേൽ ഓറഞ്ചും അല്ലെങ്കിൽ കുംകാറ്റ് എന്ന് പറയും, അതും വെറിഗേറ്റഡ് ലൈമും ഉണ്ട്. അത് ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്തു. പക്ഷെ ഇത് നോക്കിയപ്പോൾ ഇത് നിറച്ച് സ്റ്റെമ്മിൽ എല്ലായിടത്തും നന്നായിട്ട് ബഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രൂൺ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അതിന് ആ സ്റ്റെംസിനൊന്നും ഇനി അധികം ഗ്രോത്ത് ഉണ്ടാവില്ല. അതുകൂടാതെ ഈ എല്ലാ ഫ്രൂട്ട്സും പിടിച്ചും കിട്ടൂല. പക്ഷെ ഇപ്പം തൽക്കാലം ഞാനിത് പ്രൂൺ ചെയ്യണില്ല. ഓൺ ദി വേ നമുക്കത് പ്രൂൺ ചെയ്യാനുള്ള ഇത് നോക്കാം. പ്രൂൺ ചെയ്തു. അതിനുശേഷം ഇനിയിപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്ത് ആദ്യം ലീവ്സൊക്കെ നന്നായിട്ട് വരും. അതിനോടൊപ്പം തന്നെ അതിലും കൂടുതലായിട്ട് ഫ്രൂട്ട്സ് വരികയും ചെയ്യും. ഇതാണ് എൻ്റെ വെറിഗേറ്റഡ് ലൈം. അതിൻ്റെ ലീവ്സ് ഇങ്ങനെയായിരിക്കണേ. കുറേ നാളായിട്ട് ഇത് തണലത്തിരുന്ന